ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് പെസഹാപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളിത് പെസഹ വ്യാഴാഴ്ചയാണ് സാധാരണ പെസഹാപ്പം ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് ഉഴുന്ന് ഇപ്പോൾ ഒരു 4 മണിക്കൂർ കുതിർത്തിട്ടതാണിത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെച്ചതായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അപ്പം അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ജീരകം, ഒരു 4 അല്ലി വെളുത്തുള്ളി, പിന്നെ നമ്മൾ സാധാരണ പെസഹാപ്പം ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളിവിടെ നോർത്തിലായതുകൊണ്ട് നമുക്കിവിടെ ചെറിയ ഉള്ളി കിട്ടത്തില്ല. അപ്പം ഞാനിവിടെ ഒരു ചെറിയ ഒനിയൻ എടുത്തിട്ട് അതിൻ്റെ പകുതി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണിത്. അപ്പം ഇതും ആയിട്ട് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കുകയേ ചെയ്യാവുള്ളൂ, ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. ആദ്യം നമുക്ക് ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ഉഴുന്നിനെ മാറ്റിയിട്ട് വേണം തേങ്ങയും ജീരകവും എല്ലാം കൂടിയിട്ട് ഒന്നും കൂടെ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഉഴുന്നൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ ഉഴുന്ന് നന്നായിട്ട് അരച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി കട്ടിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി നമ്മൾ അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഉഴുന്നരച്ച അതേ മിക്സിയുടെ ജാറിൽ തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഉള്ളിയും ജീരകവും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. ഏകദേശം ഇതേപോലെ ചതച്ചെടുക്കുകയാവുള്ളൂ. അപ്പം നമ്മളിതിലേക്ക് തേങ്ങയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് അരിപ്പൊടി ചേർക്കണം. ഞാനിവിടെ ഉഴുന്നും തേങ്ങയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഉഴുന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് നമ്മൾ അരിയും എടുക്കുന്നത്. അരി എടുത്തതിൻ്റെ നേർപകുതിയാണ് ഉഴുന്നെടുക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. പിന്നെ നമ്മൾ ഇലയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇലയിലേക്ക് ഇങ്ങനെ വാരി വെക്കാൻ പറ്റുന്ന പരുവത്തിലുള്ളതേ ആകുന്നുള്ളൂ. അപ്പോൾ ഞാനിത് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഞാനിവിടെ കുരിശപ്പം ഉണ്ടാക്കുന്നത് പ്ലേറ്റിലാണ്. കുഞ്ഞൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇതുപോലത്തെ സ്റ്റീൽ പ്ലേറ്റിലേക്ക് നമുക്കിതിനെ ഇട്ട് കൊടുക്കാം. ഇത് കുരിശപ്പമാണ് സ്റ്റീൽ പ്ലേറ്റിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇതിനകത്തിലേക്ക് ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ച് എല്ലായിടത്തും തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കൈ കൊണ്ടാണിത് പരത്തി നമ്മൾ വയ്ക്കുന്നത്. ഒരുപാട് കട്ടിക്ക് ഉണ്ടാക്കരുത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുരിശാകൃതിയിൽ ഓശാന ഞായറാഴ്ച നമുക്ക് കിട്ടിയ ഓല, വെഞ്ചരിച്ച ഓല, ഇങ്ങനെ കുരിശാകൃതിയിൽ ഉണ്ടാക്കിയിട്ട് ഈ അപ്പത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിനകത്ത് അത്യാവശ്യം വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ തട്ട് വെച്ചതിന് ശേഷം ഈ പ്ലേറ്റ് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനെ അടച്ച് 20 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം. പെസഹാപ്പത്തോടൊപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇൻട്രിയപ്പം. അത് നമുക്ക് വാഴയിലയിൽ ഉണ്ടാക്കിയെടുക്കാം. അതും സെയിം കൂട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കൈകൊണ്ട് കുറച്ചെടുത്തതിന് ശേഷം നമുക്ക്
ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ബാക്കിയുള്ള മാവുകളും കൂടി ഇതുപോലെ ഇലക്കിലാക്കി വയ്ക്കാം. വാഴയില നന്നായിട്ട് കഴുകി തുടച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന വാഴയില നമ്മൾ വാട്ടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഞാൻ എന്തായാലും വാട്ടാതെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അടുത്തത് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ എല്ലാ അപ്പവും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. എല്ലാം ഇങ്ങനെ വേണം വെച്ച് വേവിക്കാനായിട്ട്. നമുക്കിതിനെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കുരിശപ്പം നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എടുത്ത് മാറ്റിയിട്ട് ഇൻട്രിയപ്പം ഇതുപോലെ തന്നെ ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു ഇൻട്രിയപ്പം വെച്ച് കൊടുക്കാം. ഓരോന്നും നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. എൻ്റെ കുഞ്ഞ് പാത്രം ആയതുകൊണ്ട് അധികം പോകുമെന്ന് തോന്നുന്നില്ല. ഞാൻ തൽക്കാലം ഇതിൽ 3 എണ്ണ വെക്കുന്നുള്ളൂ. ഇനി 3 എണ്ണം കൂടി ഉണ്ട്. ഇത് വെന്തതിന് ശേഷം നമുക്ക് അതും കൂടി വെച്ച് കൊടുത്ത് ആവിയിലേക്ക് എടുക്കാം. ഇൻട്രിയപ്പം വെന്തതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത കുരിശപ്പവും ഇൻട്രിയപ്പവും ആണിത്. 6 ഇൻട്രിയപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, ഒരു കുരിശപ്പവും. അപ്പം ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ബൈ ബൈ.